ഇത് കോയമ്പത്തൂരുള്ളൊരു SVT എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. അതിൻ്റെ ഒരു നമ്മൾ കയറി വന്ന മെയിൻ ഗേറ്റാണിത്. ഈ നമ്മുടെ കേരളം ഒഴികെ മിക്ക സംസ്ഥാനങ്ങളിലും മെയിനായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അവരാദ്യം അവരുടെ ഗേറ്റിനോട് തൊട്ടടുത്ത് തന്നെ, അവരുടെ ഏത് സ്ഥാപനത്തിൻ്റെയും തൊട്ടടുത്ത് തന്നെ പ്രധാനമായിട്ട് അവർ സ്ഥാപിക്കുന്ന അവരുടെ ഒരു ക്ഷേത്രം ഉണ്ടാവും. ആ ക്ഷേത്രം രാവിലെയും വൈകിട്ടും പൂജ ചെയ്തിട്ടാണ് അവർ ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. മെയിൻ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത് നമ്മുടെ ഇവരുടെ ക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ അവരുടെ കമ്പനിയുള്ളൂ. ചില കമ്പനികളെല്ലാം പാർട്ട്ണർമാരാണ് ഇരിക്കുന്ന ഗണപതി മിക്ക അമ്പലങ്ങളിലും. ഈ കമ്പനിയുടെ ഒരു പാർട്ട്ണറാണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഗണപതി. അത് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രത്തെക്കാളും വലിയ രീതിയിലാണ് എന്താ നമ്മുടെ ഓണറാണിത്, പഴയ ഓണറാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഓണർ ഇരുത്തിയിട്ടുണ്ട്, അവിടെയും പൂജ ചെയ്യുന്നുണ്ട് തോന്നണം. ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത് അടുത്തത് ജോസ്കോ എന്ന് പറഞ്ഞ നമ്മുടെ ജോസേട്ടൻ്റെ സ്ഥാപനമാണ്. അവിടെയാണ് നമ്മൾ അവിടെ ആ വർക്ക്ഷോപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് മാതാവിനെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു നമ്മുടെ ജോസ്കോയ്ക്ക് അത്രയും വിജയം കൈവരിക്കാൻ പറ്റിയത്. ജോസേട്ടനെ എനിക്ക് നേരിട്ട് അറിയാം. ഇതാ വലിയ കമ്പനിയാണ്, ഇത് പുറകോട്ട് ഒരുപാട് കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ കേരളത്തിലുള്ള മുതലാളിമാരൊക്കെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികളൊക്കെ തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ രാഷ്ട്രീയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാദ്യം ദൈവാധീനം കൂടുതൽ വേണമെങ്കിൽ മാത്രമേ ഓരോ സ്ഥാപനങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ.